പത്തനംതിട്ട കലഞ്ഞൂർ പാക്കണ്ടത്ത് കെണിയിൽ വീണ പുലിയെ ഗവിയിൽ തുറന്നുവിട്ടു. ഇന്നലെ രാവിലെ കൂട്ടിലകപ്പെട്ട പുലിയെ അർദ്ധരാത്രിയോടെയാണ് വനത്തിൽ തുറന്നുവിട്ടത്. ശ്രീ കെ അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഈ പുലിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയാണോ ഇത്? വളരെ സുരക്ഷിതമായി ഇനി അവിടെ ജീവിക്കാൻ സാധ്യമാണോ എന്നതാണ് പ്രദേശവാസികളുടെ എപ്പോഴുമുള്ള ആശങ്ക. ഇനിയും ഇതുപോലെ വന്യജീവികൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? പ്രദേശത്ത് കൂടുകൾ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ടോ? വനം വകുപ്പ് എന്താണ് പറയുന്നത്? മോത്തി, ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് പാക്കണ്ടത്ത് പുലിയെ കൂട്ടിൽ അകപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് 2 മണിക്കൂറിന് ശേഷം 1 മണിയോടുകൂടിയാണ് കൂടടക്കം എടുത്ത് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയും പിന്നീട് കോന്നി റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അവിടെ വനംവകുപ്പിന്റെ ഡോക്ടർ എത്തി വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അവിടെ നിന്നും പുലിയുമായി വനംവകുപ്പ് സംഘം ഗവിയിലേക്ക് പോയത്. ഗവി വനമേഖല എന്നുള്ളത് പത്തനംതിട്ടയിൽ നിന്ന് ഏറെക്കുറെ 100 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കെണിയിൽ അകപ്പെടുന്ന വന്യജീവികളെ കൊണ്ട് തുറന്നുവിടുന്നത് ആ മേഖലയിലാണ്. പത്തനംതിട്ടയിൽ നിന്നും ഏറെക്കുറെ 80 കിലോമീറ്റർ മാറിയ ഒരു പ്രദേശത്ത് കക്കി ഡാമിന് മുകൾ ഭാഗത്ത് വനമേഖലയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ പുലിയെ എത്തിച്ച് കൂട്ടിൽ നിന്നും തുറന്നുവിട്ടത്. വനംവകുപ്പ് ഡോക്ടർ നടത്തിയ പരിശോധനയിൽ ഏറെക്കുറെ 4 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കൂട്ടിൽ അകപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതേസമയം തന്നെ കൂട്ടിൽ അകപ്പെട്ടതിന്റെ വെപ്രാളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ പലയിടങ്ങളിലും തട്ടി ശരീരത്തിൽ നേരിയ തോതിലുള്ള ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ അത് ഭാവിയിൽ അല്ലെങ്കിൽ സമീപഭാവിയിൽ കാര്യമായ പ്രശ്നത്തിന് ഇടയാക്കുകയില്ല എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാത്രി തന്നെ പുലിയെ തുറന്നുവിട്ടത്. അതേസമയം തന്നെ കഴിഞ്ഞ 15 മാസക്കാലത്തിനിടയിൽ കലഞ്ഞൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കൂട്ടിൽ അകപ്പെട്ടത് 3 പുലികളാണ്. പല സ്ഥലങ്ങളിലായി 3 കൂടുകളാണ് സ്ഥാപിച്ചത്. പ്രദേശവാസികൾ നൽകിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പിന്നീട് വനംവകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിൽ പലയിടങ്ങളിലായി 3 പുലികൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പല പ്രദേശങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചത്. ഇപ്പോൾ 3 കൂടുകളിലും പുലി വീണിരിക്കുകയാണ്. പുതിയ മേഖലയിൽ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇനി കൂട് സ്ഥാപിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ കൂടുതൽ പുലികൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇറങ്ങാനുള്ള സാധ്യതയും ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നുമുണ്ട്.